ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നേരത്തെ കെട്ടുപൊട്ടിച്ച് നീ ആർക്കാടി ഫോൺ ചെയ്തേ? ആരെങ്കിലും നിന്നെ തിരക്കി വന്നാ അവരെ ഞങ്ങൾ തീർക്കും. അപ്പാണല്ലോ മോളെ. അപ്പു, ഹലോ ചേച്ചി. എന്താ അപ്പു, എന്തു പറ്റി? നിനക്കെന്ത് ടെൻഷൻ ഉള്ളതുപോലെ? ചേച്ചി, ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തില്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അതിൽ നിന്ന് രക്ഷിക്കണം. പ്രശ്നോ? എന്ത് പ്രശ്നം? വേഗം പറ അപ്പു. നീ പേടിക്കണ്ട, ഞാൻ വരാം. അപ്പു, ആ സ്ഥലം അറിയോ? ഇവിടെ ഒരു ഫ്ലൈവുഡ് ഫാക്ടറിയാ. ശരി, നീ വെച്ചോ, ഞാൻ വന്നേക്കാം. ശരി ചേച്ചി. രാജു, ഒരു വലിയ പ്രശ്നമുണ്ട്. രാജു, വേഗം മുക്കം ജംഗ്ഷനിലേക്ക് വാ. ഞാൻ കാറിലങ്ങ് വന്നേക്കാം. ശരി മാഡം. ഇവളിതെങ്ങോട്ടാ? എന്താ മാഡം, എന്താ പ്രശ്നം? ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം കേറ്, വേഗം കേറ് രാജു. രാജു, നമ്മുടെ അപ്പുന്റെ ഫ്രണ്ട് മീരയ്ക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു. അവന്റെ പേര് മിഥുൻ. ഈ മിഥുൻ മീരയ്ക്ക് കുറച്ച് ഗോൾഡ് ഗിഫ്റ്റ് കൊടുത്തു. അത് ഇട്ടുകൊണ്ട് മീര പുറത്തു പോയ സമയത്ത് കൂടെ ഒരു കൂട്ടായിട്ട് അപ്പു ഉണ്ടായിരുന്നു. ആരോ കുറെ പേര് ചേർന്ന് മീര തട്ടിക്കൊണ്ടുപോയി. കൂടെ ഉണ്ടായിരുന്ന അപ്പുനെ അവര് കൊണ്ടുപോയി. എന്താ മാഡം പറയുന്ന? മാഡം, എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. മീരയ്ക്ക് അവളുടെ ലവർ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അതിട്ടോണ്ട് അവള് ഹോസ്റ്റലിന് പുറത്തു പോയ സമയത്ത് നമ്മുടെ അപ്പൂനെയും കൂട്ടി അപ്പൂനെയും മീര ഒരുമിച്ച് ആരോ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയെന്നോ? അതിന് അപ്പൂനെ തട്ടിക്കൊണ്ടുപോകുന്ന എന്തിനാ? ഒന്നും മനസ്സിലാവുന്നില്ല രാജു എനിക്ക്. ഇനി പോലീസ് എങ്ങാനും? അല്ല, ഗുണ്ടകളാണെന്ന് അപ്പു പറഞ്ഞ്. അവരെവിടെയാണെന്നാ പറഞ്ഞേ? രാജു, മലയൻകീഴിനടുത്തുള്ള ഒരു ഗോഡൌൺ ആണെന്നാ പറഞ്ഞേ. മാഡം, സ്പീഡിൽ ഓടിക്കുക, നമുക്ക് പോവാം. നേരത്തെ കെട്ടുപൊട്ടിച്ച് നീ ആർക്കാടി ഫോൺ ചെയ്തേ? ആരെങ്കിലും നിന്നെ തിരക്കി വന്നാ അവരെ ഞങ്ങൾ തീർക്കും.
വിശ്വാസവഞ്ചന കാണിച്ച നിന്നെ ഞാൻ എന്താണ് ചെയ്യണ്ടേ? സോറി ഏട്ടാ, മേലാല ആവർത്തിക്കില്ല. സോറിയോ? വേണ്ടി പോകരുത് നീ. എടാ, ഈ ചെയിൻ സ്നാച്ചിങ് ടീമിൽ നിന്നെ ഞങ്ങൾ മെമ്പറാക്കിയപ്പോ ചില ഡിമാൻഡുകൾ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാലോ? അറിയാം. എന്നാ അതൊന്ന് പറഞ്ഞേ. സ്നാച്ചിങ് ചെയ്ത് കിട്ടുന്ന ഗോൾഡ് എല്ലാം ഇവിടെ അണ്ണനെ ഏൽപ്പിക്കണമെന്ന്. എന്ന് പറഞ്ഞ വഴിയെ നടന്നു പോകുന്നവരുടെയും അതുപോലെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന സ്ത്രീകളുടെയും സ്വർണമാലകൾ ബൈക്കിൽ ചെന്ന് വലിച്ചു പൊട്ടിക്കുന്നു. അങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന ഗോൾഡുകളെല്ലാം ടീം അംഗമായ നീ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നു. ഞാനത് നല്ല വിലയ്ക്ക് വിറ്റിട്ട് അതിന്റെ ഷെയർ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കുമായി വീതിച്ചു തരുന്നു. ഇതല്ലേ ഈ കമ്പനിയുടെ നിയമം? അതെ. പക്ഷേ നീ എന്താണോ ചെയ്തേ? അണ്ണൻ ചോദിച്ചെടുക്കണോ നീ? നീ ഞങ്ങളുടെ ടീമിൽ നിന്നുകൊണ്ട് സ്നാച്ചിങ് നടത്തി കിട്ടിയ സ്വർണങ്ങളെല്ലാം നിന്റെ ഈ കാമുകിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുത്തു. അവളുടെ പ്രേമം പിടിച്ചു വാങ്ങാൻ വേണ്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിന് ചെലവാക്കേണ്ടതാ ഇതിൽ നിന്ന് കിട്ടുന്ന കാശ്. നീ കട്ടെടുത്ത മാലകൾ പലപ്പോഴും നിന്റെ പ്രണയിനിക്ക് സമ്മാനമായിട്ട് കൊടുത്തില്ലടാ. ഇനി ആ പരിപാടി വേണ്ട കേട്ടല്ലോ. അതിനൊരു അവസാനം കണ്ടെത്താനാ നിന്നെയും ഇവളെയും സിനിമാ തിയേറ്ററിൽ നിന്ന് പൊക്കിയത്. ഇവള് പക്ഷെ നിരപരാധിയാ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ കാമുകിയുടെ തോഴിയായി വന്നു വിട്ടുപോയില്ലേ? അനുഭവിക്കേ. ഞങ്ങളെ വിട്ടയക്കണം അണ്ണ. മേലിൽ ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല അണ്ണ. വിട്ടയക്കാനോ? കാമുകിയുടെ പ്രണയം വേണ്ടുവോളം കിട്ടാൻ വേണ്ടി നീ ഒരു തെറ്റ് ചെയ്തു. അതിന് നീ രക്തസാക്ഷിയാകണം. അതാ നല്ലത്. പിന്നതേ ഇവര് ഈ പ്രായമുള്ള പെൺകുട്ടികൾക്ക് മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ. അകലെ